തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ BJP സീൽ വന്നതിൽ കൂടുതൽ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡെപ്യൂട്ടി CEO, സെക്ഷൻസ് ഓഫീസർ എന്നിവരെ ചുമതലകളിൽ നിന്ന് മാറ്റി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ലഭിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സഫാൻ VP വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സഫാൻ, നേരത്തെ തന്നെ സെഷൻ ഓഫീസർക്കെതിരെ നടപടിയെടുത്തിരുന്നോ? കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? കാരണം വലിയ വീഴ്ചയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന സംഭവം കൂടിയായിരുന്നു. വിനിഷ സൂചിപ്പിച്ചപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു ഇത്. ഈ സംഭവത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ വിമർശനം ഉയർത്തിയിരുന്നു. അപ്പോഴും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരുന്നൊരു വിശദീകരണം ഇത് ഫയൽ കൈകാര്യം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു പിഴവാണ്, വലിയൊരു വീഴ്ച സംഭവിച്ചെങ്കിലും അത്തരത്തിലൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചു എന്നുള്ളൊരു വിശദീകരണമാണ് സംഭവിച്ചിരുന്നത്. അങ്ങനെ ഒരു ഫയൽ കൈകാര്യം ചെയ്ത ജൂനിയർ ലെവൽ ഉദ്യോഗസ്ഥർ ഈ സസ്പെൻഡ് ചെയ്ത് ഈ നടപടി എടുക്കുകയായിരുന്നു ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ കൂടുതൽ നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയിരിക്കുന്നത്. ഡെപ്യൂട്ടി CEO മിഷൻ സാഗർ ഭരത് ഉൾപ്പെടെയുള്ള 2 പേരെ, സെക്ഷൻ ഓഫീസർ M പ്രഷീദ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് നീക്കിയിരിക്കുന്നത്. ഇവരെ മാതൃസ്ഥാപനങ്ങളിലേക്ക് തിരിച്ചയക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഈ ജൂനിയർ ലെവൽ ഉദ്യോഗസ്ഥനെതിരെ മാത്രം നടപടിയെടുത്ത് ബലിയാടാക്കുന്നു എന്നുള്ളൊരു വിമർശനം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഇതൊരു വലിയ വിഷയമാക്കുകയും രാഷ്ട്രീയ പാർട്ടികളടക്കം ഇതൊരു വിഷയമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദ റിപ്പോർട്ട്, ഒരു വിശദ അന്വേഷണം നടക്കുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയായിരിക്കും കൂടുതൽ നടപടി ഉണ്ടാവുക എന്നും പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ചുമതലയുള്ള PB നൂഹ് IAS ഒരു വിശദമായ അന്വേഷണ റിപ്പോർട്ട്, എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചതെന്നടക്കമുള്ള വിശദമായ അന്വേഷണ റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് മീഡിയ 1 ആയിരുന്നു. ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത IAS ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി വരുന്നത്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം മാർച്ച് 19-നാണ് ഈ മെയിൽ അയക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മെയിൽ അയക്കുന്നത്. എന്നാൽ മെയിൽ റദ്ദാക്കണമെന്ന് പറഞ്ഞ് മാർച്ച് 21-ന് തന്നെ വീണ്ടും ഒരു മെയിൽ അയക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഫയൽ നേരത്തെ BJP നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്ന ഫയൽ അറ്റാച്ച് ചെയ്യുകയും അത് ഈ മെയിലിൽ കയറി കൂടുകയുമാണ് എന്നുള്ള വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഫയൽ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി വരുന്നത്. പക്ഷേ ഈ ഡെപ്യൂട്ടി CEO ആയിരുന്ന മിഷൻ സാഗറിന്റെ പേരിലാണ് ഇത്തരത്തിൽ കത്ത് വരികയും CPM ആണ് ഈ വിഷയം ആദ്യമായിട്ട് പരാതിയായി ഉന്നയിക്കുകയും പിന്നീട് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കുകയും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകുകയൊക്കെ ചെയ്യുകയും രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ പ്രതിരോധത്തിലാവുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ വിഷയത്തിൽ ഇതൊരു വലിയ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോഴും ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴും ചോദിച്ചിരുന്നത് ഉന്നത IAS ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കും ഈ സംഭവത്തിൽ ഈ ഫയൽ അയക്കുന്നതുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഇങ്ങനൊരു വിഷയം സംഭവിച്ചതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിരിക്കുകയാണ്. വിനിഷ, ശരി. രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിൽ BJP സീൽ വന്നതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. സഫാൻ VP ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.